നമുക്ക് ഒരു പഞ്ചാബി പൊറോട്ട ഉണ്ടാക്കാം. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും കേട്ടോ. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സിമ്പിൾ നമ്മുടെ ഗോതമ്പിൻ്റെ നമ്മൾ കുഴച്ചെടുക്കാം. മാവ് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുക്കാം. ഇതിനൊന്ന് പരത്തണം. ഇത് നമ്മുടെ ഹോമാണ്. കുറച്ചിട്ട് നല്ലതാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇഷ്ടമില്ലെങ്കിൽ ഇത് ഇടണ്ട കേട്ടോ. എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കത് ഇഷ്ടമാവണമെന്നില്ല. ഇത് ദഹനത്തിനൊക്കെ നല്ലതാണ്. പിന്നെ കുറച്ചിങ്ങനെ നെയ്യ് ഒഴിക്കുക. ഓക്കെ, നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിടാം. കുറച്ചൊരു സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് വേണമെച്ചാൽ അതിൽ കുട്ടികൾ ഇങ്ങനെ എന്താ പറയുക, മുളക് പൊടിയൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചൊരു മുളക് പൊടി ഇട്ട് കൊടുത്താലും നല്ലതാണ്. നമ്മളിതിനെ ഒന്ന് ഇങ്ങനെ ചുരുട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് റൗണ്ടാക്കിയിട്ട് പിന്നെ നമ്മളിതിനെ ഒന്ന് പരത്തണം. ഓക്കെ, ഇങ്ങനെ പരത്തുക. ബസ് തിരിച്ചിടാം. നമുക്കിത് റിഫൈൻഡ് ഓയിലിലും ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമില്ല. റിഫൈൻഡ് ഓയിലിലും നമുക്കിത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് നെയ്യാണ് ഉപയോഗിക്കുന്നത്. തീ ഒന്ന് കുറച്ച് വയ്ക്കണം. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. നെയ്യ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആവി ഇങ്ങനെ പൊങ്ങും. അപ്പോൾ റിഫൈൻഡ് ഓയിലാണെങ്കിലും നല്ലതാണ് കേട്ടോ. റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ചാലും നല്ലതാണ്. പക്ഷെ നെയ്യിനാവുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ചെറിയ കുട്ടികൾക്ക് നെയ്യ് കൊടുക്കണം നല്ലതാണല്ലോ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലും നെയ്യ് ചേർത്തിട്ടുണ്ട്, ഇതിൻ്റെ പുറത്തുമുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. ഞാനെൻ്റെ മോന് വേണ്ടി ഉണ്ടാക്കുകയാണ്. അവൻ കോളേജിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അവന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന്. ഇത് എല്ലാവർക്കും ചെറിയപ്പം മുതൽ കുട്ടികൾ കഴിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഈവൻ നമുക്ക് കുട്ടികൾക്ക് ചിലപ്പോൾ ചില കറികളൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കൊടുത്ത് ബട്ടറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ എന്താ പറയുക തൈരിൻ്റെ ഒപ്പം അങ്ങനെയൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമാവും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് നമ്മുടെ ബെണ്ടി മസാല എന്ന് പറയും. അതായത് നമ്മൾ വെണ്ടയ്ക്കയുടെ ഒരു മെഴുക്ക് പുരട്ടിയും പിന്നെ ഒരു ചെറിയ കുന്ത്രു എന്ന് പറയും. അതെന്താണ് മലയാളത്തിൽ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്ക് പറയണേ. അത് ചെറുതായിട്ടൊരു ഇതാണ്, നമ്മുടെ കോവയ്ക്കയുടെയൊക്കെ മാതിരി, അതിൻ്റെ ചെറിയ കോവയ്ക്ക മാതിരി. അപ്പോൾ നോക്കൂ എത്ര നന്നായിട്ട് ചുമന്നു അല്ലേ. എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പൊറോട്ട. പിന്നെ ഇത് നമ്മുടെ വെണ്ടയ്ക്ക കറി, കോവയ്ക്ക കറി, പിന്നെ നമ്മുടെ ബൂന്തിയുടെ റൈത്ത. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. ലെറ്റ് us have a healthy lunch.